നമസ്കാരം. സെക്കുലർ വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നിമിഷപ്രിയ എന്ന സഹോദരിയുമായി വന്ന വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിലായി മലയാളത്തിലെ ചാനലുകളിലൊക്കെ എക്സ്ക്ലൂസീവ് ന്യൂസാണ്. ഞാൻ പറയാൻ പോകുന്നത് അതല്ല. ഇതിൽ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അനാവശ്യ ചർച്ചകളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉത്ബോധനം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി പോസ്റ്റ് ഇടുന്ന ചില വ്യക്തികളൊക്കെയാണ് അതിൽ മുൻപന്തിയിലുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ മതപഠനത്തിൽ ബിരുദം നേടിയ ഏതാനും ആളുകൾ, മതപണ്ഡിതർ എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മതപണ്ഡിതനാവണമെങ്കിൽ ആദ്യം അവർക്ക് വേണ്ടത് എവിടെ എന്ത് സംസാരിക്കണം എന്ന തിരിച്ചറിവാണ്. അതുപോലെ തന്നെ മനുഷ്യത്വം, മാനവികത, അത് ഉള്ളിലില്ലാത്ത ഒരാളെ മനുഷ്യൻ എന്ന് പോലും വിളിക്കാൻ പറ്റുമോ എന്ന സംശയമാണ്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായ സംസാരങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് മലയാളികൾ. ഇത്തരക്കാരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബ മഹിമയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാണ്ഡിത്യത്തിലോ മറ്റേതെങ്കിലുമല്ല ജനങ്ങൾ നോക്കി വിലയിരുത്തുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ പ്രവൃത്തിയിലാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും കുറിക്കുന്ന ഓരോ വാക്കുകളും കേരളത്തിലെ ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നാളെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ കാർക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കേരളത്തിനെ വർഗീയവാദികളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാതെ കുറച്ചും കൂടി പക്വതയോടുകൂടി ഈ വിഷയത്തിൽ പെരുമാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.